ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദഹി വടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹോലി സ്പെഷ്യൽ അല്ലെങ്കിൽ പിന്നെ റംസാൻ സ്പെഷ്യലായിട്ട് നമുക്ക് ദഹി വട എന്നെങ്ങനെ റെഡിയാക്കാം നമുക്കൊന്ന് കാണാം. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പഞ്ചിയായി വട നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ബൗൾ എടുക്കാം. അത് 250 ml കപ്പിന് 2 കപ്പ് ഞാൻ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്ന് നന്നായി കഴുകിയതിന് ശേഷം നമുക്കൊരു 5 തൊട്ട് 6 മണിക്കൂറത്തേക്ക് സോക്ക് ചെയ്ത് വെക്കണം. ഇനി അതിനകത്ത് എത്ര എക്സ്ട്രാ വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം മാറ്റിയിട്ട് ഉഴുന്ന് മാത്രം അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 5-6 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഫൈൻ നമുക്കിത് അരച്ചെടുക്കണം. നന്നായിട്ട് സ്മൂത്തായിട്ട് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒരു ബൗളിൽ നമുക്ക് കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ ഇച്ചിന്ന് ഇട്ട് നോക്കുമ്പോൾ അതിങ്ങനെ മേളിങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബാറ്റർ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടെന്ന്. മനസ്സിലായില്ലേ? ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് കണക്ക് ബാക്കിയുള്ളതും ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഒരു ഡയറക്ഷൻ തന്നെ മിക്സാക്കണം. തിരിച്ചും മറിച്ചും മിക്സാക്കാൻ പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു സൈഡിൽ ഞാനാണെങ്കിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ഹോട്ട് ഓയിലാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി അങ്ങ് ചൂടായ എണ്ണ വേണ്ട. ഒത്തിരി ചൂടായ എണ്ണയാകുമ്പോൾ മേളിൽ നിന്ന് ബ്രൗണിഷ് കളർ വരും, പിന്നെ അകത്ത് വേവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം വെള്ളത്തിൽ കയ്യിൽ നിന്ന് ഡിപ്പ് ചെയ്യുക. അതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അകത്താണെങ്കിൽ ഇങ്ങനെ കല്ലിച്ച് കിടക്കുന്ന കൂട്ടൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് കഴിക്കാനൊരു ടേസ്റ്റ് വരത്തില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇത് പതുക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ഫ്രൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ഉള്ളു വരെ നന്നായിട്ട് പതുക്കെ വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ? നിങ്ങൾക്ക് ഞാൻ പിന്നെ ഒന്ന് പൊട്ടിച്ചും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സെർവ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇത് നമുക്കാണെങ്കിൽ വെള്ളത്തിൽ ഇത് ഡിപ്പ് ചെയ്യാതെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് മാറ്റി ഇപ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള നമുക്കാണെങ്കിൽ ഒരു എയർടൈറ്റ് ഡബ്ബയിൽ തണുത്തതിന് ശേഷം വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് എത്ര ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സെർവ് ചെയ്താൽ മതി കേട്ടോ. ഒന്നും കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എത്ര ദിവസം വേണമെങ്കിലും ഈ വട നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ. അപ്പോൾ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ വട അതിട്ട് 15 മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ വട കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ 1/2 കിലോ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തൈര് വേണേ, പുളിയുള്ള തൈര് എടുക്കാൻ പാടില്ല. ഇതിനകത്ത് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 നുള്ളി നമുക്കാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് സ്മൂത്തായിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ വട കണ്ടില്ലേ, നല്ല ഡബിൾ സൈസിലായി വന്നിട്ടുണ്ട്. ഒത്തിരി അമ്മക്കി ഇതിനകത്തൊന്നും പൊട്ടിച്ചൊന്നും കളയാൻ പാടില്ല. ലൈറ്റായിട്ട് അമ്മക്കി ഇതിൻ്റെ വെള്ളം മാത്രം എത്ര പോകുന്നത് വെച്ചാൽ അത്രയും കളഞ്ഞാൽ മതി. പിന്നെ ഈ തൈരിനകത്തോട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാം. നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കാണെങ്കിൽ ഒരു ഗ്രീൻ ചട്നിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മധുരമുള്ള പുളിയുള്ള ഒരു ചട്നിയുണ്ട്. ഇതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്തേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. ഈ നമ്മളാണെങ്കിൽ ചട്നി ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. 6 മാസം വരെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതാണെങ്കിൽ ഇതുപോലെ ദഹി വട ഉണ്ടാക്കുമ്പോഴോ എന്തെങ്കിലും ചാട്ട് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സമോസ കച്ചോടി എന്തെങ്കിലും കൂടെ നമുക്കാണെങ്കിൽ ആ ചട്നി സെർവ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ അതേ കണ്ടിരുന്നു ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നേ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞ് എനിക്ക്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അതേ അതിനകത്ത് തൈരിനകത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് ഇതുപോലെ പാത്രത്തിൽ എടുത്ത് വയ്ക്കുക. അതിൻ്റെ മേളിൽ കൂടെ ദഹി ചട്നി എല്ലാം അതുപോലെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആണെങ്കിൽ കുറച്ച് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ അതിൻ്റെ മേളിൽ കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ദഹി വട റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഇതാണെങ്കിൽ നമുക്ക് ഹോളിക്കും അല്ലെങ്കിൽ റംസാനാണെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ബൈ ഫ്രണ്ട്സ്.